നമസ്കാരം, ഞാൻ ബിനു കണ്ണന്താനം. പ്രിയപ്പെട്ടവരെ, ഇൻസ്പയർ എന്ന പേരിൽ ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരിക്കുകയാണ്. ഈ യൂട്യൂബ് ചാനൽ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, അധ്യാപകരെയാണ്. ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുവാൻ എന്നെ പ്രേരിപ്പിച്ചത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ വരുത്തേണ്ട മാറ്റങ്ങളെപ്പറ്റി, തെറ്റായ ചില കീഴ്വഴക്കങ്ങളെപ്പറ്റിയും തെറ്റായ ചില ചിന്താഗതികളെപ്പറ്റിയും നിങ്ങളെ ചിന്തിപ്പിക്കുവാൻ വേണ്ടിയാണ്. 2018 ഏപ്രിൽ 4 തീയതി കേരള നിയമസഭ എനിക്കൊരു സ്വീകരണം നൽകുകയുണ്ടായി. ലോകത്തിലെ ഏറ്റവും വലിയ പ്രസംഗകൻ എന്ന ലോക റെക്കോർഡ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചതിനെ തുടർന്നായിരുന്നു ആ സ്വീകരണം. ആ സമ്മേളനത്തിലെ എൻ്റെ മറുപടി പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും MLA-മാരും എല്ലാം ഇരുന്ന ആ സദസ്സിൽ എൻ്റെ മറുപടി പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെ പറ്റിയായിരുന്നു. ദ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ടു ബി ചേഞ്ച്ഡ്. നമ്മുടെ സംവിധാനം, വിദ്യാഭ്യാസ സംവിധാനം മാറ്റി എഴുതേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെ നമ്മളെ ഒത്തിരി വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ടായി. 156 വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആവശ്യമുള്ളതും ഇല്ലാത്തതുമെല്ലാം. കെമിസ്ട്രി പഠിപ്പിക്കുന്നു, ഫിസിക്സ് പഠിക്കുന്നു, സോളജി പഠിക്കുന്നു, ബോട്ടണി പഠിക്കുന്നു, ഇംഗ്ലീഷ് പഠിക്കുന്നു, സംസ്കൃതം പഠിക്കുന്നു, അക്കൗണ്ടൻസി പഠിക്കുന്നു, കൊമേഴ്സ് പഠിക്കുന്നു, ജോഗ്രഫി പഠിക്കുന്നു. ഇങ്ങനെ 156 വിഷയങ്ങൾ പഠിപ്പിക്കുന്നു. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ കുട്ടികളെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം പഠിപ്പിക്കുന്നില്ല. ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയാമോ? ആ വിഷയത്തിന്റെ പേരെന്താണെന്നറിയാമോ? ആ പുസ്തകമാണ്, ആ വിഷയമാണ് ജീവിതം. ജീവിതം എന്ന പുസ്തകം പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ എന്തെല്ലാം പഠിച്ചു, എന്ത് റാങ്ക് വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല എന്ന കാര്യം എപ്പോഴും ഓർക്കുക. ഇവിടെ a+b² = a²+2ab+b². എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ ഇതൊക്കെ പഠിച്ചെന്നറിയാമോ? എനിക്ക് പരീക്ഷയ്ക്ക് 2 മാർക്ക് കിട്ടിക്കാണും. അല്ലാണ്ട് ലോകത്തിലെ ഏതാണ്ട് ഒട്ടുമുഖ്യ രാജ്യങ്ങൾ, ഏതാണ്ട് 45ഓളം രാജ്യങ്ങൾ സന്ദർശിക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. വേറെ ഒരിടത്ത് പോയിട്ടും ഇതുകൊണ്ട് യാതൊരുവിധ പ്രയോജനം എനിക്ക് ലഭിക്കുകയുണ്ടായില്ല. അതുപോലെ 4 നൂറ്റാണ്ട് മുമ്പ് ജനിച്ച രാജാവ് എന്ത് ജനിച്ചു, എന്ന് മരിച്ചു, അയാൾ എത്ര പേരെ കൊന്നു, അയാളുടെ കൊട്ടാട്ടിമാരുടെ പേര്, ഊരും, നാളും, എണ്ണവും എല്ലാം നമ്മൾ കാണാൻ പഠിക്കണം. എന്നതിനു വേണ്ടിയാണ്? പരീക്ഷയ്ക്ക് 2 മാർക്ക് ലഭിക്കാൻ വേണ്ടി. അക്ബറിന്റെ ഭരണപരിഷ്കാരം നമ്മുടെ കുട്ടികൾ എത്ര കഷ്ടപ്പെട്ട് എത്ര രാവും പോലും ഇരുന്ന അക്ബറിന്റെ ഭരണപരിഷ്കാരം പഠിക്കുന്നത്. അതുകൊണ്ട് എന്ത് പ്രയോജനം? ഇതിന് പറയുന്നതിന്റെ അർത്ഥം ചരിത്രം പഠിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചേക്കരുത്. പക്ഷെ ഇപ്പോൾ പലപ്പോഴും മലയാളികൾ A+ന് വേണ്ടി മാത്രം പഠിക്കുന്നു. എല്ലാത്തിനും A+ കിട്ടുന്നവരും മിടുക്കന്മാരെ മിടുക്കികൾ, അല്ലാത്തവരെല്ലാം മണ്ടന്മാർ മണ്ടികൾ എന്നൊരു കാഴ്ചപ്പാടാണ്. ആ ഒരു കാഴ്ചപ്പാട് തന്നെ മാറ്റണം. നമ്മുടെ കുട്ടികൾക്ക് ഉള്ള കഴിവ് എന്താണോ അത് കണ്ടെത്തി, പടം വരയ്ക്കാനാണെങ്കിൽ അതിൽ പ്രോത്സാഹിപ്പിക്കുക, സ്പോർട്സ് ആണെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുക, പാട്ടുപാടാണെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുക. അല്ലാണ്ട് ഇങ്ങനെയൊക്കെയുള്ള കഴിവുകളെല്ലാം അമർച്ച ചെയ്ത് നീ പഠിക്കുക എന്നും പറഞ്ഞുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് ലൈഫിൽ സക്സീഡ് ആകാൻ സാധിക്കത്തില്ല. നിങ്ങൾ ഓർത്തോളം ഇതുപോലുള്ള എല്ലാ മേഖലയിലും വിജയിച്ചവരെല്ലാം ഉണ്ട്. അവരെല്ലാം എല്ലാത്തിനും A+ കിട്ടിയവരൊന്നുമല്ല എന്ന കാര്യം പ്രിയ മാതാപിതാക്കളെ നമ്മൾ മറക്കരുത് എന്ന കാര്യം ഓർക്കുക. പലപ്പോഴും നമ്മളിങ്ങനെ A+ന് വേണ്ടി പഠിക്കുന്നു. നമ്മളൊരു കാര്യം ചിന്തിച്ചോ, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഒക്കെ നടക്കുമ്പോൾ പലപ്പോഴും പ്രധാനപ്പെട്ട പോസ്റ്റിലേക്കൊക്കെ സെലക്ഷൻ കിട്ടുന്നത് നോർത്ത് ഇന്ത്യൻസുകാർക്കാണ്. അവർക്ക് പക്ഷേ വലിയ മാർക്കൊന്നും കാണത്തില്ല, പക്ഷേ പ്രാക്ടിക്കൽ നോളജിൽ അവരാണ് മുൻപന്തി. ഇപ്പം നമുക്കെല്ലാം അറിയാം, എല്ലാവരുടെയും സ്വപ്നമാണ് സെൽഫ് സർവീസ്. സാക്ഷരത, ലിറ്ററസി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ. ഒരു വർഷം ഏതാണ്ട് 800-1000 പേരാണ്, ലക്ഷക്കണക്കിന് ആൾക്കാർ പരീക്ഷ എഴുതുമ്പോൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ പാസ്സാകുന്നത്. അതിൽ കഴിഞ്ഞ വർഷം അനേക വർഷങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പാസ്സാകുന്നത് ബീഹാറിൽ നിന്നാണ്. നമ്മുടെ ഇവിടെ 4, 8, 10, 15 പേര് പരമാവധി പാസ്സായാലായി. കാരണം അതിൻ്റെ അർത്ഥം കൊച്ചിലെ തൊട്ടേ അതിനെ കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അന്നേരം ഇത് ഞാൻ പറയുമ്പോൾ മാർക്ക് വാങ്ങണ്ട എന്നൊന്നും ആരും അർത്ഥമാക്കരുത്. മാർക്കിനോടൊപ്പം, വിദ്യാഭ്യാസത്തോടൊപ്പം സൈമൾട്ടേനിയസ്ലി അവരുടെ ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമകളായി എങ്ങനെ മാറാം എന്നുള്ള ഒരു എഡ്യൂക്കേഷൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്താൽ മാത്രമേ അവർ ലൈഫിൽ സക്സീഡ് ആകത്തുള്ളൂ എന്ന കാര്യം ഓർക്കുക. ഏതാനും നാളുകൾക്ക് മുമ്പേ കൊട്ടാരക്കരയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ കുടുംബസമേതം എന്നെ കാണാൻ വന്നിരുന്നു.
അവൻ ഡിഫൻസ് സർവീസിലെ ഒരു ഓഫീസറാണ്. എന്നോട് നന്ദി പറയാൻ വേണ്ടിയാണ് വന്നത്. അവന് ഡിഫൻസ് സർവീസിൽ ജോലി കിട്ടിയതല്ല, വർഷങ്ങൾക്ക് മുമ്പേ അവൻ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു 2 days റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുകയുണ്ടായി. ഹൗ ടു സക്സീഡ് ഇൻ യുവർ ലൈഫ്. അപ്പോൾ ആ ക്ലാസ്സിലെ 2 ദിവസത്തെ ക്ലാസ്സിൽ ഏതാണ്ട് 5-6 മണിക്കൂറെ ഹൗ ടു ഫേസ് ആൻ ഇൻ്റർവ്യൂ, വാട്ട് ഈസ് പേഴ്സണാലിറ്റി, എന്താണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയായിരുന്നു ക്ലാസ്സുകൾ. അത് തീർച്ചയായിട്ടും അവൻ്റെ ആ ഡിഫൻസ് സർവീസിൽ 14 ദിവസമായിരുന്നു പേഴ്സണാലിറ്റി ടെസ്റ്റ്. അപ്പോൾ അന്ന് കിട്ടിക്കൊടുത്ത ആ ആശയം, ഐഡിയാസ് ആ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ വിജയിക്കുവാൻ അവനെ ഒത്തിരിയേറെ സഹായിച്ചു എന്നാണ് അവൻ പറയുകയുണ്ടായത്. പലപ്പോഴും പല ഇൻ്റർവ്യൂ ബോർഡിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, നമ്മുടെ കുട്ടികളൊക്കെ, അതും ഹൈ എഡ്യൂക്കേഷനുള്ള PG ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിലും ഒരു 99% കുട്ടികൾക്കും ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയത്തില്ല, ഒരു ഇൻ്റർവ്യൂ ബോർഡിനെ എങ്ങനെ വിഷ് ചെയ്യണം എന്നറിയത്തില്ല. നമ്മളൊരു ഇൻ്റർവ്യൂവിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ 20 സെക്കൻഡ് തൊട്ട് 2 മിനിറ്റാണ് ഏറ്റവും ക്രൂഷ്യൽ ടൈം. ആ സമയത്തുള്ളിൽ നമ്മളെ വേണോ വേണ്ടായോ എന്ന് ആ കൺസൾട്ട് അതോറിറ്റീസ്, ഇൻ്റർവ്യൂവേഴ്സ് ഡിസിഷൻ എടുത്തിരിക്കും. പിന്നെ ബാക്കിയെല്ലാം പ്രഹസനമായിരിക്കും. നമ്മളൊരു കാര്യം ഓർത്തോണം, ഒരു വേക്കൻസി ഉണ്ട്, 100 പേരാണ് ഇൻ്റർവ്യൂവിന് ചെല്ലുന്നത് എങ്കിൽ ആ ഇൻ്റർവ്യൂ ബോർഡുകാരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഇതിൽ 99 പേരെ എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളതാണ്. നിങ്ങൾ കെമിസ്ട്രിയിൽ PG എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം, നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്, കെമിസ്ട്രി നിങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി നിങ്ങളെ പാസ്സാക്കി വിട്ടത്. അവിടെ കെമിസ്ട്രിയെ പറ്റി ആയിരിക്കില്ല ചോദ്യം വരുന്നത്, കെമിസ്ട്രി കൂടാതെ നമുക്ക് എന്തെല്ലാം അറിയാം അതാണ്. പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കെമിസ്ട്രി കൂടാതെ അവർക്ക് ഒന്നും തന്നെ അറിയത്തില്ലായിരിക്കും പല കുട്ടികൾക്കും. അതാണ് അവസ്ഥ. അന്നേരം അതിന് മാറ്റം വരുത്തണം. ഇല്ല എങ്കിൽ കുറേ പുസ്തകപ്പുഴുക്കളെ, അല്ലെങ്കിൽ അങ്ങോട്ട് ഇല്ലാണ്ട് ഇട്ടാൽ അങ്ങോട്ട്, ഇങ്ങോട്ട് ഇട്ടാൽ ഇങ്ങോട്ട് ഉള്ള കുറേ ബോയിലർ ചിക്കനുകളുടെ തലമുറയായിരിക്കും നമുക്ക്. ആ ഒരു മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യമാണ്. എൻ്റെ നേതൃത്വത്തിൽ ജീവിതത്തിൽ വിജയിക്കുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി, ഒരു 7ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള സ്റ്റുഡൻസിന് വേണ്ടി ഹൗ ടു സക്സീഡ് ഇൻ യുവർ ലൈഫ്, ജീവിതം എങ്ങനെ വിജയകരമാക്കാം എന്നുള്ള ഒരു 10 days പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ആ പ്രോഗ്രാമിൽ 10 ടോപ്പിക്സുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡിസിഷൻ മേക്കിംഗ് പവർ, വേ ഓഫ് അപ്രോച്ച്, പ്രസന്റേഷൻ സ്കിൽസ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ക്രിയേറ്റിവിറ്റി മാനേജ്മെന്റ്, ഹെൽത്ത് മാനേജ്മെന്റ്, ഡിസിഷൻ മേക്കിംഗ്, മെഡിറ്റേഷൻ, ഹൗ ടു ഫേസ് ആൻ ഇൻ്റർവ്യൂ, വാട്ട് ഈസ് പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള നിങ്ങൾ നാളെ ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളെ പറ്റിയുമാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാമിലുള്ളത്. ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതോടൊപ്പം തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നാളെ ഒരു ജോലിക്കും ഒരു ഇൻ്റർവ്യൂക്ക് ചെല്ലുമ്പോൾ അത് വളരെയേറെ പ്രയോജനം ചെയ്യും. പ്രത്യേകിച്ച് സിവിൽ സർവീസിന് ഫോക്കസ് ചെയ്യുന്നവർക്ക് അത് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം സിവിൽ സർവീസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് കൊച്ചിലെ തൊട്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ എടുത്തു വരണം. അല്ലാണ്ട് അവസാന സമയത്ത് നമ്മൾ എത്ര എഫർട്ട് എടുത്താലും അതിന് സാധിക്കത്തില്ല. കാരണം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻസ് പേഴ്സണാലിറ്റി ടെസ്റ്റിനാണ്. 275 മാർക്കാണ് പേഴ്സണാലിറ്റി ടെസ്റ്റിന് മാത്രമായിട്ടുള്ളത്. അതിന് എന്താണ് ഈ പേഴ്സണാലിറ്റി, എന്താണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നുപോലെ നമുക്ക് നല്ലൊരു ശതമാനം ആൾക്കാർക്കും അറിയത്തില്ല. അതിന് പ്രധാനമായും 9 കാര്യങ്ങളാണ് അതിലുള്ളത്, പേഴ്സണാലിറ്റി ടെസ്റ്റിൽ തന്നെ ഉള്ളത്. അത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ക്ലാസ്സുകളാണ്. അതിന് താല്പര്യമുള്ള ആൾക്കാർ ഇതോടൊപ്പം കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ തുടങ്ങിയിരിക്കുന്ന യൂട്യൂബ് ചാനൽ, അത് 3 ദിവസം കൂടുമ്പോൾ ഏതാണ്ട് 5-6 മിനിറ്റ് വീതമുള്ള ഒരു ടോപ്പിക്സ് ആണ് ഒരു എപ്പിസോഡ്. അത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം.